പത്തനംതിട്ടയിൽ പോക്സോ കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. എഴുമറ്റൂർ സ്വദേശി മനോജാണ് അറസ്റ്റിലായത്. ഇരുമ്പുകുഴി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇയാൾ. പത്തനംതിട്ട പെരുമ്പട്ടി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ഇയാൾക്കെതിരായ പരാതി എന്താണ്? നിലവിൽ മനോജ് അറസ്റ്റിലായിരിക്കുകയാണല്ലോ. നിലിമ, അതായത് ഇതൊരു 6 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസ്. ആ കേസിലാണ് CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതികളെ പത്തനംതിട്ട പെരുമ്പട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അതായത് ഇത്തരത്തിൽ 6 വർഷം മുമ്പ് നടന്ന സംഭവമാണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം പോലീസിന് ഈ അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട ഇരുമ്പുകുഴി ബ്രാഞ്ച് സെക്രട്ടറിയാണ് മനോജ് എന്ന് പറയുന്ന വ്യക്തി. ഇയാളാണ് ഒന്നാം പ്രതിയായിട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഒപ്പം നന്ദകുമാർ എന്ന് പറയുന്ന മറ്റൊരു പ്രതി കൂടി ഈ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരും പത്തനംതിട്ട എഴുമറ്റൂർ സ്വദേശികളാണ് എന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. ഇരുവർക്കുമെതിരെ പോക്സോ നിയമപ്രകാരം അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എഴുമറ്റൂരിൽ CPMൻ്റെ സജീവ പ്രവർത്തകരാണ് ഇരുവരും. ഒപ്പം ഈ ബ്രാഞ്ച് സെക്രട്ടറി അയാൾ ഏറെ നാളായിട്ട് CPMൻ്റെ നേതാവും കൂടിയിട്ടാണ്, അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് ഈ മനോജ് എന്ന് പറയുന്നത്. മനോജ് അനിയൻകുഞ്ഞ് എന്നുള്ളതാണ് ഇയാളെ. പോക്സോ കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായിരിക്കുകയാണ്. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.